വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 118 ഒരു മിശിഹായിക സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ കരുണയും രക്ഷയും അനുഭവിച്ച ഒരാളുടെ സാക്ഷ്യവും സ്തുതിയും നിറഞ്ഞ ഒരു സങ്കീർത്തനമാണിത്. ദൈവം തന്റെ ജനത്തെ രക്ഷിച്ചതിന്റെ ആഘോഷമാണ്. ദൈവം അവരുടെ കല്ലായിരുന്നതും രക്ഷയുടെ വാതിലുകൾ തുറന്നതും തള്ളിക്കളയപ്പെട്ടത് മൂലക്കല്ലായി തീർന്നതും ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്, അവന്റെ കരുണ ശാശ്വതമാണ്, അതിനാൽ അവനെ സ്തുതിക്കണം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. 118 സങ്കീർത്തനം 22, 23 തിരുവചനങ്ങൾ. പുതിയ നിയമം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4 അധ്യായം 11 തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. സങ്കീർത്തനം 119 ബൈബിളിലെ ഏറ്റവും നീളമുള്ള അധ്യായമാണ്. 176 വാക്യങ്ങൾ, 22 അക്ഷരങ്ങളുള്ള ഹീബ്രു അക്ഷരമാലയുടെ ഓരോ അക്ഷരത്തിനും 8 വാക്യങ്ങൾ വീതം. ഇങ്ങനെയാണ് ഈ സങ്കീർത്തനത്തിന്റെ ഘടന. ഇതിന്റെ പ്രധാന പ്രമേയം ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള ആഴമുള്ള സ്നേഹവും ആഗ്രഹവുമാണ്. ദൈവത്തിന്റെ നിയമം, ആജ്ഞ, ചട്ടം, ഉപദേശം, വാക്ക് എന്നിവയെക്കുറിച്ചുള്ള ധ്യാനവും അനുസരണവും ഈ സങ്കീർത്തനത്തിൽ ആവർത്തിക്കുന്നു. വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവവചനത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ആഴമായ ധ്യാനമാണ് ഇവിടെ കാണുന്നത്. വചനത്തിൽ ആഴമായി ചിന്തിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ദിശയും സംരക്ഷണവും സമാധാനവും ലഭിക്കുന്നു. ഓരോ വാക്യവും ദൈവവചനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നു. അതിനാൽ വിശ്വാസികൾക്ക് ഇതൊരു ആത്മീയ യാത്രയായി മാറുന്നു. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 119 സങ്കീർത്തനം 11 തിരുവചനം. നിന്റെ വചനം എൻ്റെ കാലിന് വിളക്കും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവവചനം ജീവിതപാതയിൽ ദിശയും പ്രകാശവും നൽകുന്നു. 119 അധ്യായം 105 തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.